ദൂദ്സാഗർ വാട്ടർഫോൾസിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തൂവെള്ള കളറിലാണ് വെള്ളം വീഴുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് ദൂദ്സാഗർ വാട്ടർഫോൾസ് എന്ന് പേര് വന്നത്. ഗുഡ്സ് ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുഡ്സ് ട്രെയിൻ ടൂവേർഡ്സ് ദൂദ്സാഗർ. ഹലോ ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഡെൻസിൽ ലാമിൻ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോക്ക് ക്രിയേഷൻസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ്. കണ്ടില്ലേ, ട്രാക്കിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂദ്സാഗർ അങ്ങോട്ടാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് നിന്ന് കയറി മംഗലാപുരം എത്തി. മംഗലാപുരത്ത് നിന്ന് ഗോവയിലേക്ക് ബൈക്കിന് വന്നു. ബൈക്കിന് ഗോവ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബൈക്ക് വെച്ചതിന് ശേഷം മഗ്ഗാവണിൽ നിന്ന് നേരെ കാസ്റ്റർ ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഏരിയയിലേക്ക് എത്തി. ഇവിടെ നിന്ന് ട്രക്കിങ്ങിന് വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. വരുന്നവരൊക്കെ ഈ ഗുഡ്സ് ട്രെയിനൊക്കെ കൈ കാണിക്കുന്നുണ്ടെങ്കിൽ ആരും നിർത്തുന്നില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെ അതിൽ ചാടിപ്പിടിച്ച് കയറി, എങ്ങനെയൊക്കെ ഞങ്ങൾ ചാടിപ്പിടിച്ച് അതിൽ കയറി എത്തി. അങ്ങനെ ഇവിടം വരെ എത്തി. കണ്ടില്ലേ, ഇതിപ്പോൾ ശരിക്കും റെസ്ട്രിക്റ്റഡ് ആണ്. റെസ്ട്രിക്റ്റഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇവിടെ ഇപ്പോൾ ട്രക്കിംഗ് അലൗ ചെയ്യുന്നില്ല. കിഡിലൻ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 യാത്രയായിരുന്നു. ഏകദേശം മംഗലാപുരത്ത് നിന്ന് ഗോവ വരെ 400 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 400 കിലോമീറ്റർ ജിക്സറിൽ ഒരേ ഇരിപ്പ്, 8 മണിക്കൂർ ഡ്രൈവ്. അൺപ്ലാൻഡ് ആയിരുന്നു, ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം വളരെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. യാത്ര അടിപൊളിയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4 കിലോമീറ്റർ ട്രാക്കിൽ കൂടിയുള്ള നടപ്പാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ ഡീൽ ചെയ്ത് നൈസായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഈ ട്രാക്കിൽ ട്രെയിൻ റൂട്ടാണെങ്കിലും ട്രെയിനുകൾ വളരെ കുറച്ചേ വരുള്ളൂ ഈ റൂട്ടിൽ. എൻ്റെ ബാക്ക് കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത അന്യായമായിട്ടുള്ള റൂട്ടാണ്. ഈ കൂടി നടക്കുന്നതെല്ലാം ശിക്ഷാർഹമാണ്. അതുകൊണ്ട് ട്രാക്കിൽ നിന്ന് ഇറങ്ങി നടക്കാം. ഇതൊക്കെ ദൂദ്സാഗറിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ വന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ വന്ന ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് ട്രെയിനിൽ കൈ കാണിച്ച്, നമ്മൾ ഈ വണ്ടിക്കൊക്കെ ലിഫ്റ്റ് വയ്ക്കുന്ന പോലെ ഗുഡ്സ് ട്രെയിനും കാര്യങ്ങളൊക്കെ കൈ കാണിച്ച്, അവർ ഇപ്പോൾ ടൂറിസ്റ്റ് അലൗഡ് അല്ലാത്തതുകൊണ്ട് അവർ കയറ്റുന്നില്ല. നമ്മളിവിടെ ടൂറിസ്റ്റ് തന്നെ കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെയോ ട്രെയിനിൽ കയറി പറ്റി. പ്രശ്നക്കാരല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾ ഇവിടം വരെ എത്തി. കണ്ടല്ലേ, കാടിൻ്റെ ഇടയിൽ കൂടി ഒഴുകി വരുന്ന നല്ല കിടിലനൊരു അരുവി. നല്ല തെളിയുള്ള ഇതിവിടെ നിന്ന് ഒഴുകി അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങോട്ടൊക്കെയോ പോവും. നല്ല കിടിലനൊരു ഫോറസ്റ്റ് ഏരിയയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഏരിയയിലേക്കുള്ള വരവ് ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആണ്. വന്ന് പണി മേടിക്കുക അറ്റ് യുവർ ഓൺ റിസ്ക്. അപ്പോൾ നമ്മളെ കണ്ടില്ലേ, ഈ കാടിൻ്റെ നടുക്ക് ഇവിടെ ആരും വരാനില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ട്രെയിൻ നമ്മളിതൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഓരോ ആളുകളുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ അതേ മാതാവും ഉണ്ണീഷും കൂടിയുള്ള ഒരു നടയുണ്ട്. ദൂദ്സാഗർ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ് നട. പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ദൂദ്സാഗർ കാഴ്ചകൾ. പൊള്ളി വ്യൂ ആണോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ദൂദ്സാഗർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കിടക്കുന്നു. ഇത് അപ്പോൾ ദൂദ്സാഗർ സ്റ്റേഷനിലെ കൂടിയാണ് ട്രാക്കിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് റിസ്ക് ആണ് കേട്ടോ ഇങ്ങനെ ട്രാക്കിൽ കൂടി വരുന്നത്. ഇപ്പോൾ നോർമലി ഇപ്പോൾ പാസഞ്ചേഴ്സ് ഇതെല്ലാം മിസ്യൂസ്, നമ്മൾ ടൂറിസ്റ്റുകൾ ഇത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും RPF അല്ലടാ, CRPF അല്ല, RPF ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. കാരണം വരിക കണ്ടിട്ട് പോകുക എന്നുള്ളതിന് കൂടുതൽ ഇവർ ഓരോരോ പരിപാടി ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും അപകടങ്ങൾ കൂടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്ന് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ പാസഞ്ചർ ട്രെയിൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളിവിടെ വരണമെങ്കിൽ ഒന്നെങ്കിൽ കാസ്റ്റൽ റോക്കിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രാക്ക് ഈ പറഞ്ഞ പോലെ ലോക്കൽസിനെല്ലാം കൂട്ടി നടന്നു വരേണ്ടി വരും. ഇല്ലെന്നാണെങ്കിൽ കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, സ്റ്റേഷനുണ്ട്, കുളത്തിലാണ് ട്രെയിൻ നിർത്തുക. കുളത്തിൽ ഇറങ്ങിയിട്ട് ഏകദേശം 12 കിലോമീറ്റർ ട്രാക്കിൽ കൂടി ഈ പറഞ്ഞ പോലെ കാട്ടുപാതയിൽ കൂടി നടന്നാൽ മാത്രമേ നമുക്കിവിടെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ വ്യൂ എന്നൊക്കെ പറയുന്നത്, ഞാൻ എൻ്റെ ഫോണിലാണ് ഈ പറഞ്ഞ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വേറെ ടൂറിസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വ്യൂ ചെയ്യുന്നുണ്ട്. കാണിച്ചു ഹായ്. മഴ പെയ്തു. അപ്പോൾ നമ്മൾ ദൂദ്സാഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ടണല് ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഒരു ട്രെയിൻ വരുന്ന ഒരു 5 മിനിറ്റ്. ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടി ഇനിയിപ്പോൾ നമ്മൾ നടന്ന് വേണം പോകാൻ വേണ്ടി. കണ്ടില്ലേ, ഇതിൻ്റെ വാതിക്കലൊക്കെ ഉള്ളതൊക്കെ പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള, വർഷമൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇതൊക്കെ. ഏത് കാലത്ത് ബ്രിട്ടീഷുകാർ വേണ്ടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഈ ടണലും കണ്ടില്ലേ, പുറകെ കാണുന്നത് ബ്രിട്ടീഷുകാർ വേണ്ടുന്ന സംഭവങ്ങളാണ്. എവിടെയാണ് അവരതിൽ കയറ്റിയ ട്രെയിനിൽ കണ്ടില്ലേ. ഓ, ഭയങ്കരമായൊരു കാഴ്ച വേണ്ട. ദൂദ്സാഗർ വാട്ടർഫോൾസ് ലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ചെറിയൊരു കാസ്റ്റലുണ്ട്, നമുക്ക് അതിലൊന്ന് കയറി നോക്കാം. ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിൻ ഈ ഇതിലോട്ട് കയറിപ്പോയാൽ മാത്രമേ, ടണലിനുള്ളിൽ കൂടി പാസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ട്രെയിൻ എടുക്കും മുമ്പ് ഞാൻ പുറത്തോട്ട് കണ്ടില്ല. ട്രെയിൻ എത്തിയോ? റെയിൽവേയുടെ ബിൽഡിംഗാണ്. ഓ, വൃത്തിയായിട്ട് ഇല്ല, കാല് വെക്കാൻ വേണ്ടി പറ്റുന്നില്ല, അത്രയൊക്കെ അഴുക്കാണ്. അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. മേലോട്ട് പോകാൻ വേണ്ടി പറ്റണ്ട, അത് നല്ല ഹൈറ്റുള്ള ബിൽഡിംഗാണിത്. മേലോട്ട് വരാനുള്ള ഓപ്ഷൻ ഇല്ല. ട്രെയിൻ അവിടെ നിന്ന് വിടുമ്പോഴത്തേക്കും ട്രെയിനിൻ്റെ ഇതിൻ്റെ പൊക്കത്തോട്ട് എങ്ങനെ പോകും? പൊക്കത്തോട്ട് കയറാൻ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല. അല്ലേ, കാസ്റ്റൽ റെയിൽവേക്കാർക്ക് താമസിക്കാൻ വേണ്ടി പണിതതായിരിക്കും നേരത്തെ കാലത്ത്. ഇപ്പോൾ അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുവാണ്. ഭയങ്കരமான ഒരു കൺസ്ട്രക്ഷനാണിത്. ഇതിൻ്റെ പൊക്കത്തും ഉണ്ട് കല്ല്. അപ്പോൾ ഈ ഒരു ടണലിൽ കയറാൻ വേണ്ടി
ആ ഒരു ഗുഡ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. കാരണം ഇത് പോയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ട്രെയിനൊന്നും ഇപ്പം ഇങ്ങോട്ട് വരില്ല. സംഭവം എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ ബോഗി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ട്രെയിൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ ട്രെയിൻ അങ്ങോട്ട് എത്തുമ്പോൾ ഒറ്റ ട്രാക്കേ ഉള്ളൂ. അപ്പോൾ ഈ ട്രാക്കിൽ നിന്ന് ഈ ട്രെയിൻ അവിടെ എത്തിയിട്ട് അടുത്ത ട്രെയിൻ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അതെ ദൂദ്സാഗറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ദൂദ്സാഗർ അല്ലേ. അപ്പോൾ ഈ ദൂദ്സാഗർ ടണലിൽ കൂടി കയറി ഫാബിയോ അവൻ നടന്നുപോയി. ഇനിയിപ്പോൾ ഉണ്ട് മഴ വന്നിട്ട് വെള്ളം വീണോണ്ടിരിക്കുകയാണേ. ഇനി അങ്ങോട്ടൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഇനി അങ്ങോട്ടുള്ള കയറ്റത്തിലൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ടണലിൻ്റെ അങ്ങേ അറ്റത്തോട്ട് കാണാം. അപ്പോൾ ഒരു ഇത് പോയിട്ടുണ്ട്, ഗുഡ്സ് ട്രെയിൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതെ ഞാൻ നേരെയാണ് പോകേണ്ടത്. ഈ പുറകിലോട്ടുള്ള വഴിയാണ് പോകേണ്ടത്. ഗുഡ്സ് ട്രെയിൻ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഗുഡ്സ് ട്രെയിൻ ഈ ഒറ്റ ട്രാക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ട്രെയിൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സമയം, അത് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങേയറ്റം കാണാം. അപ്പോൾ നമ്മൾ ടണലിൽ നടന്നിറങ്ങി. ഇനിയിപ്പോൾ അടുത്ത് ദൂദ്സാഗറിൻ്റെ അടുത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്കിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 250 മീറ്റേഴ്സ് ദൂദ്സാഗറിലേക്ക്. ഇനി കറക്റ്റ് 250 മീറ്റേഴ്സേ ഉള്ളൂ ദൂദ്സാഗർ വാട്ടർഫോൾസിലേക്ക്. ഭയങ്കരமான ഒരു എക്സ്പീരിയൻസ് ആണ്. ആരും ഇത് ട്രൈ ചെയ്യരുത്. വീഡിയോ എത്ര പേര് കാണുന്നുള്ളതല്ല, കാണുന്നവരിത് ട്രൈ ചെയ്യരുത്. കാരണം വളരെ റിസ്ക് ഉള്ള ഏരിയ ആണിത്. പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്നത് ലോക്കൽ ഗൈഡ്സിൻ്റെ സപ്പോർട്ട് കൂടിയാണെന്ന് തോന്നുന്നു. ഒരു 8-10 പേരൊരു ബാച്ചായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും അവർ ദൂദ്സാഗറിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു ബാച്ചായിട്ട്. അവരപ്പോൾ ഇങ്ങോട്ട് പോയി പോയി ഇനി അവിടെ നിന്ന് കാസ്റ്റൽ റോക്ക് എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് ഈ സമയത്തൊന്നും അങ്ങോട്ട് തിരിച്ച് ട്രെയിനില്ല. അപ്പോൾ ഇനി ഏത് ട്രെയിനിലാണ് അവർ കയറാൻ വേണ്ടി പോകുന്നത്, അവരുടെ പ്ലാൻ എന്താണ്, ഇനി അവിടെ വല്ല വണ്ടി വല്ലതും അവിടെ വരോ, അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ ഗോവയ്ക്ക് പോകും. ഗോവയിൽ നിന്ന് ബൈക്ക് എടുത്തിട്ട് മാംഗ്ലൂരിൽ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ദൂദ്സാഗർ വാട്ടർഫോൾസ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്ന ആ ദൂദ്സാഗർ. അതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകുന്നത്, അതിൻ്റെ അടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ ഒരു വാട്ടർഫോൾസ് ഒരു റിസ്ക്കും ഇല്ലാതെ ട്രെയിനാ ആകുന്നുണ്ട്. ഈ ഒരു വാട്ടർഫോള് നമുക്ക് സേഫായിട്ട് എങ്ങനെ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോവയിൽ എത്തിയിട്ടുണ്ടെന്നാണെങ്കിൽ രാവിലെ 9 മണിക്കുള്ള കാസ്റ്റൽ റോക്കിലേക്കുള്ള ട്രെയിനിൻ്റെ സമയം നോക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓടി വന്ന് ഏതെങ്കിലും ട്രെയിനിൽ കയറി പോകണ പരിപാടി നടക്കില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും പ്ലാൻഡായിട്ട് വേണം വരാൻ വേണ്ടി. അൺപ്ലാൻഡായിട്ട് ഞങ്ങൾ ഒന്നുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ അത് റിസ്ക്കും ആട്ടോ. നമുക്കിവിടെ എന്താ പറയുക, ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ട്രക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റേഷൻ ഏകദേശം 4 കിലോമീറ്റർ ഈ ഒരു നടന്നാൽ മാത്രമേ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്ത സ്ഥലത്ത് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കാസ്റ്റൽ റോക്ക് ദൂദ്സാഗറിൻ്റെ അടിയിലോട്ട് നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇനി ദൂദ്സാഗർ കാണിച്ചു തരാം. എൻ്റെ കഥ കേട്ട് സമയങ്ങളുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ദൂദ്സാഗർ കണ്ടു നോക്ക്. പൊള്ളിയാണ്, പൊളി. ഇതാണ് ദൂദ്സാഗർ വാട്ടർഫോൾ.
അപ്പോൾ ഇതാണ് ദൂദ്സാഗർ വാട്ടർഫോൾസ്. ഇതാണ് ദൂദ്സാഗർ വാട്ടർഫോൾസ്. ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ശരിക്കും ഈ ദൂദ്സാഗർ എക്സ്പ്രസ്സിൽ ദൂദ്സാഗർ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി ഇത്ര ആളുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അതുവരെ ഇവിടെ ഒരു മനുഷ്യനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു കാഴ്ചയാണെങ്കിലും അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. രോഹിത് ഷെട്ടിയാണ്, അയാൾ ഈ സിനിമ എടുത്തോടുകൂടി ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ടായി. രോഹിത് ഷെട്ടി നമ്മുടെ ഡയറക്ടറാണ്. ഈ ഒരു ദൂദ്സാഗർ വാട്ടർഫോൾസിനെ നമ്മൾക്ക് ആളുകൾ ടൂറിസ്റ്റുകൾക്കിടയിൽ ഒരു തരംഗമാക്കിയത് ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഷാറുഖ് ഖാൻ്റെ സിനിമയാണ്. കിട്ടിലും വ്യൂമാണ്. ഇതെല്ലാം സദൺ റെയിൽവേൻ്റെ റൂട്ടാണ്. ദൂദ്സാഗർ ആരുടെ അല്ല, പക്ഷേ ഈ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇപ്പോൾ സദൺ റെയിൽവേ ആണ്. അതായത് ഇവിടെ വന്നിട്ടുണ്ടെന്നാണെങ്കിൽ വരിക, കാണുക, പോവുക. അതിൽ പോയി കുളിക്കുന്നവന്മാരാണ് മുങ്ങിച്ചാവുന്നത്. എന്നിട്ട് ചീത്തപ്പേര് മുഴുവൻ ദൂദ്സാഗറിനും അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും. ഈ സ്ഥലം കണ്ടിട്ട് എങ്ങനെയും കുളിക്കാൻ വേണ്ടി തോന്നുന്നു ആർക്കെങ്കിലും. അവിടെ പോയിട്ട് നമുക്ക് നിൽക്കാനുള്ളൊരു ഗ്യാപ്പുണ്ട്. അപ്പൊ ഈ വഴി നടന്ന് ഈ കണ്ട വെള്ളച്ചാട്ടം ചാടി അവിടം വരെ പോണവനൊക്കെ പ്രാന്തനല്ലാതെ എന്തിനു പിടിക്കാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, പോകാൻ വേണ്ടി സ്റ്റെപ്പൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, ആ സൈഡിലുണ്ട് സ്റ്റെപ്പ്, അവിടെ പോയി ഇറങ്ങാൻ വേണ്ടി. കാണാൻ പറ്റുന്നുണ്ടോ? അതെ, അവിടെ ആ സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്, ഈ സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്. അവിടെ പോണ ഭയങ്കര റിസ്ക് ആട്ടോ. ഇപ്പൊ ആ പരിസരത്തോട് പോകാൻ വേണ്ടി പറ്റില്ല, മൊത്തം ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. സംഭവം അടിപൊളിയാണ്. അതെ, ബാഗ് വെച്ചതൊക്കെ നൈസായിട്ട് ഒരാളിവിടെ വന്നിട്ടുണ്ട്. സ്മോക്കിംഗ് വാട്ടർഫോൾസ് ദൂദ്സാഗർ. പുക പോലെ ഇങ്ങനെ സ്പ്രേ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദൂദ്സാഗർ വാട്ടർഫോൾസിലെത്തി. ജമ്മോ കാറ്റ് വന്ന് തന്നെ അങ്ങ് പുറത്തോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇടിയൻ ലൊക്കേഷനാണ്, ഹെവി ലൊക്കേഷനാണ്. ദൂദ്സാഗർ വാട്ടർഫോൾസ് ആണ് എൻ്റെ പുറകിലെ. ആ മേളിലേക്കാണ് ചാടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ദൂദ്സാഗർ വാട്ടർഫോൾസ്. ഭയങ്കരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ വന്നിട്ടുണ്ടെന്നാണെങ്കിൽ കാഴ്ച ആസ്വദിക്കുക, തിരിച്ചു പോവുക എന്നുള്ളതിനപ്പുറം നമ്മൾ കുളിക്കാനും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മളൊപ്പം പോവേണ്ടി വരും. അത്രയ്ക്ക് റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ദൂദ്സാഗർ വാട്ടർഫോൾസ്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ, ഒരുപാട് അധികമല്ല, പക്ഷെ അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട്. ദൂദ്സാഗർ വാട്ടർഫോൾസ് കാണിക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ മൊബൈലിൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അപ്പോൾ ദൂദ്സാഗർ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ദൂദ്സാഗർ വാട്ടർഫോൾസ് ആ ഓരോ പ്രാവശ്യം ഓരോ കാറ്റടിക്കുമ്പോഴുണ്ടല്ലോ അതിങ്ങനെ വരുന്ന വെള്ളം അങ്ങനെ ഒരു സ്പ്രേ, ഒരു എന്താ പറയുക, ഒരു പാട പോലെ അങ്ങനെ സ്പ്രേ അടിക്കുന്ന പോലെ നമ്മുടെ മേത്തുനിന്ന് വരുന്നൊരു ഫീലാണ്. കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഇതിൻ്റെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് ഓർക്കണ്ട, ദൂദ്സാഗർ വാട്ടർഫോൾസ്. ഹെവിയാണ്. എല്ലാവർക്കും വരാൻ വേണ്ടി ഇവിടെ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ ഇവിടെ എന്തായാലും വന്നു, ഞാൻ വരാൻ വേണ്ടി തന്നെ വന്നു. അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റി. നമ്മുടെ റിസ്കിൽ വരിക. അപ്പോൾ വരുന്നവർ ഈ പറഞ്ഞ പോലെ ഗോവയിൽ നിന്ന് ഗോവ വരണം. ഗോവ വന്നിട്ട് ഒന്നെങ്കിൽ കാസ്റ്റൽ റോക്ക് അല്ലെങ്കിൽ കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വന്ന് ട്രെയിനിൽ ഇറങ്ങി നടന്ന് വരേണ്ടി വരും. ഇല്ലെന്നാണെങ്കിൽ ലോക്കൽ സപ്പോർട്ടുമായിട്ട് വരുന്നതാണ് ഏറ്റവും സേഫ്.
ഭയങ്കര മഴയാണ്. അപ്പം മഴ കഴിയാതെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതാ കാണുന്ന ടണൽ കാണുന്നുണ്ട്, പുറകിൽ കൂടി നോക്കുമ്പോഴത്തേക്ക് ഇതാ കാണുന്ന ടണൽ, ആ ടണൽ വഴി ഏകദേശം 4 കിലോമീറ്റർ ഇനി നടന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൻ്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ എത്തിയിട്ട് വേണം നമുക്കിനി ഗോവ പിടിക്കാൻ വേണ്ടി. അവിടെ എത്തിയിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് ട്രെയിനിൽ കയറി ഗോവ പിടിക്കാൻ വേണ്ടി. നമ്മുടെ ലക്ഷ്യം ടണലാണ് കേട്ടോ. ആ ടണൽ വഴി കയറി നടന്നു പോവാം. ദൂദ്സാഗർ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? പൊളിയല്ലേ? പൊളിയല്ലേ? അത് കണ്ടിരുന്നതാണ്. അത് കണ്ടവർ പറഞ്ഞ പൊളിയാണെന്ന്. പിന്നെ ഞങ്ങൾക്ക് ഭ്രാന്താണ്, അത് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ദൂദ്സാഗറിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ദൂദ്സാഗറിൽ നേരെ നമ്മൾ കുളം എന്നുള്ള സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഏകദേശം 12 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ദൂദ്സാഗറിൽ നിന്ന് നമുക്ക് പോകാം. എന്താ ഒരു വ്യൂ അല്ലേ സാധി? എന്താ വ്യൂ! ഈ ദൂദ്സാഗർ വാട്ടർഫോൾസേ പാല് പോലെയാണ്. നമുക്കിവിടെ നോക്കുന്നത് കണ്ടില്ല, പാല് പോലെയാണ് നമുക്ക് ഈ വെള്ളം വന്ന് വീഴുന്നത് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇതിന് ദൂദ്സാഗർ വാട്ടർഫോൾസ് എന്ന് പേര് വന്നത്. നോക്കുമ്പോഴത്തേക്കും കാണുന്നവർക്ക് പാല് വന്നിങ്ങനെ കുത്തി വീഴുന്നോട്ടൊരു ഫീലാണ് ഈ സ്ഥലത്ത്. കണ്ടില്ലേ, തൂവെള്ള കളറിലാണ് വെള്ളം വീഴുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് ദൂദ്സാഗർ വാട്ടർഫോൾസ് എന്ന് പേര് വന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് ദൂദ്സാഗർ വാട്ടർഫോൾസ് വിടുവാണ്. ഇനിയപ്പോൾ ഏകദേശം 12 കിലോമീറ്ററോളം ഈ റെയിൽവേ ട്രാക്കിലൂടെയുള്ള നടപ്പുണ്ട്. അപ്പോൾ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ദൂദ്സാഗർ വാട്ടർഫോൾസ് പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്, ഒരുപാട് പേര് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ വരുന്നവർ അത്യാവശ്യം നല്ല റിസ്ക്കാണ്, അത്യാവശ്യം നല്ലൊരു ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇവിടം വരെ വന്ന് എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. ട്രെയിനിൽ വരുന്നവർ രാത്രി സമയങ്ങളാണ് ട്രെയിൻ ഈ വഴി പാസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും കാണാനും പ്രത്യേകിച്ച് ഒന്നിനുമില്ല. ദൂദ്സാഗറിൻ്റെ ഈ ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 1904 എന്ന് പറയുമ്പോൾ എത്ര വർഷമെന്ന് ആലോചിച്ച് നോക്കി. 120 വർഷത്തിന് മേളിലായി ഈ ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്തിട്ട്. അപ്പോൾ ആ സമയം തൊട്ടേ ഇവിടെ ഒരു റെയിൽപാത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ദൂദ്സാഗർ വാട്ടർഫോൾസ് ഞങ്ങൾ പിന്നിട്ടു. ദൂദ്സാഗർ വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ വന്ന കാര്യം നടന്നു. ഇനി അടുത്തത് ട്രക്കിംഗ് ആണ്. കാട് വഴിയുള്ള ട്രക്കിങ്, റെയിൽവേ ട്രാക്കിലൂടെയുള്ള ട്രക്കിങ്, നല്ല കിടിലൻ ട്രക്കിംഗ് ആണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇനി നടന്ന് ഊപ്പാട് ഇളകുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ട്രെയിനിൻ്റെ സൗണ്ട് കേട്ട് അപ്പുറം ടണൽ ഇപ്പുറം ടണൽ. അപ്പോൾ ട്രെയിൻ വന്നു പോയതിന് ശേഷം മാത്രമേ നമുക്ക് അതിലോട്ട് കയറാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ടണലിനുള്ളിലോട്ട് കയറി കഴിഞ്ഞ് ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ചുറ്റും ഇരുട്ടായിരിക്കും, ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. ട്രെയിനിൻ്റെ സൗണ്ട് കാരണം നമ്മുടെ ചെവി മൊത്തം അടിച്ചു പോകും. അപ്പോൾ ഇതിൽ കൂടി ഒരു കാട്ടിലേക്കൊരു പാത പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്യം ഇന്ന് അതല്ല, മെയിനായിട്ടുള്ള ദൂദ്സാഗർ വാട്ടർഫോൾസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8-10 കിലോമീറ്റർ രാവിലെ പച്ചവെള്ളം പോലും കുടിക്കാനുള്ള നടപ്പാണ്. കുരങ്ങിൻ്റെ എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ അവിടെ കയറിയില്ല കേട്ടോ. അവിടെ കയറിയിട്ടുണ്ടെങ്കിലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ, പോകുമ്പോഴത്തേക്കും നനഞ്ഞ് മൊബൈലൊക്കെ കുതിർന്നു പോകും.
വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുവാണ്. മൊബൈലൊക്കെ നനഞ്ഞു പോകും. ഇല്ല, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ വെള്ളം വീണുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അടുത്ത ട്രെയിൻ വന്നുമ്പോൾ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് എത്തരാം കേട്ടോ. ടണലിലൂടെയുള്ള യാത്ര തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. അടുത്ത ട്രെയിൻ വന്നു ടണലിൻ്റെ അപ്പുറം സൈഡ് എത്തി. ട്രെയിൻ അവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ ഒന്നും അറിയാൻ പാടില്ല. 510 മീറ്ററാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ ടണൽ. ഇവിടെ എല്ലായിടത്തും ലെങ്ത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ദൂസാഗറിന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ടൊക്കെ വന്ന് വീഴുന്ന വെള്ളമാണ്. ദൂസാഗർ ഇവിടെ നിന്ന് ആകെ 510 മീറ്റർ ഉള്ളപ്പോൾ. കാണുന്ന ചാനലിൻ്റെ പേര് മറക്കരുത്, ഫോക്ക് ക്രിയേഷൻ. ഏകദേശം 12 കിലോമീറ്റർ ഇനി ഈ പറഞ്ഞ കാട്ടിൽ കൂടിയുള്ള നടപ്പാണ്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ കാരണം 2 ആഴ്ച മുമ്പ് ട്രെയിനൊക്കെ നിർത്തിവെക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ അതൊക്കെ അവർ അതാത് സമയം റെയിൽവേ ക്ലിയർ ചെയ്യും. കാരണം അവർക്ക് സ്ഥിരം യാത്രയുള്ള ഗുഡ്സാണ് അവർക്ക് മെയിനായിട്ട് ഈ റൂട്ട് പോകുന്നത്. അതേപോലെ ഈ റൂട്ടിൽ ഡീസൽ എൻജിൻ ട്രെയിൻ മാത്രമേ ഉള്ളൂ. മറ്റേ നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ കണക്ഷൻ വഴിയുള്ള സംഭവമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഡീസൽ എൻജിൻ വെച്ചുള്ള ട്രെയിനുകൾ മാത്രമേ ഈ റൂട്ടിലുള്ളൂ. ഹൈ റേഞ്ചാണ്. ഇവിടെ ഏകദേശം വളരെ പയ്യെ ഇവിടെ ഈ റൂട്ടിലൂടെ ട്രെയിൻ പോവുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് 2 ആഴ്ച മുമ്പ് മറ്റേ ഡീറെയിൽഡ് ആയത്. ട്രെയിനിൻ്റെ പാളം തെറ്റിയൊരു ഏരിയ ഉണ്ട്. അത് വെള്ളച്ചാട്ടം ദൂസാഗർ. അപ്പോൾ ഇവിടെ നിന്നാണ് മണ്ണിടിച്ചിലുണ്ടായിട്ട് വീണ് ഡീറെയിൽഡായി. ഇവിടെ ഇപ്പോൾ മെയിൻ്റെനൻസ് കഴിഞ്ഞ് അവരപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ മെയിൻ്റെനൻസ് റെഡിയാക്കും അല്ലേ. 3-4 ദിവസം കൊണ്ട് തന്നെ അവർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു. അവിടെ നിന്ന് വീണ മണ്ണൊക്കെ JCB കൊണ്ടുവന്നിട്ട് ഇറ്റാച്ചി കൊണ്ടുവന്നിട്ട് എല്ലാം മാറ്റി സംഭവമൊക്കെ സെറ്റാക്കി. അപ്പോൾ തന്നെ റൂട്ടൊക്കെ ക്ലിയറായി. കമ്പാരിറ്റീവ്ലി കുറവാന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴും ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളുടെ യാത്ര ഇതൊന്നുമല്ല അല്ലേ. ഞങ്ങൾക്കിനി ഇവിടുന്ന് ഗോവ എത്തിയിട്ട് ഗോവയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ വണ്ടി ഓടിച്ച് മംഗലാപുരത്തെത്തണം. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാഴ്ചകൾ ഇനി കാണാൻ കിടക്കും. അതെ, വണ്ടി എന്തോരം തള്ളാൻ കിടക്കുന്നു. You're watching Folk Creations, Dudhsagar. ഈ ഒരു ട്രക്കിങ്ങിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, പോലീസ് പിടിക്കോ ഫൈൻ അടിക്കോ അതൊക്കെ നിങ്ങളുടെ കാര്യം. തിന്നാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ, കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ വിശന്ന് പൊരിയും. ഇനിയുണ്ട് 10 കിലോമീറ്ററോളം നടക്കാൻ വേണ്ടി. അപ്പോൾ ഫുഡ് മസ്റ്റായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും നിസ്സാരമായിട്ടാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ പിന്നെ വയറിറങ്ങാൻ നടക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം അവനവൻ്റെ റിസ്കിൽ മാത്രം വരിക. അതുപോലെ ലഗേജ് കുറച്ച് മതിയിട്ടാ, ഭയങ്കര കാരണമാണ് നടക്കാൻ പറ്റുള്ള.